ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. ഇപ്പം മാർഗിയിൽ 37 കൊല്ലമുണ്ടായി. ഏകദേശം 2003 2004 കാലത്ത് അവിടുന്ന് പോന്നു അല്ലേ? 2012 2012 പോന്നു. ആ ശരി. നിരവധി അപ്പോൾ കളികളുണ്ടായി. എൻ്റെ ഓർമ്മയിൽ തന്നെ മാർഗിയുടെ ഒരു ധാരാളം പ്രവർത്തനങ്ങളിൽ അതിൻ്റെ നടത്തിപ്പായിട്ടും കഥകളി നടത്തിപ്പിനും കൊട്ടായിട്ടും ചുട്ടിയായിട്ടും ഒക്കെ സോമൻചേട്ടൻ ഈ പിന്നെ ഉണ്ടായിരുന്നത് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആൾക്കാരെ കലാകാരന്മാരെ വിളിച്ച കാലങ്ങളും മേജർ കളികൾ അക്കാലത്ത് സംഘാടകനായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പരിപാടികളോ അങ്ങനെ ധാരാളം പരിപാടികളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അത് ഈ തിരുവനന്തപുരത്ത് പിന്നെ നടക്കുന്ന ഏത് പരിപാടി പിന്നെ ഈ 1977 78 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോരുന്ന ഈ 12 വരെ പിന്നെ ഒരു പരിപാടിയും വേറൊരാൾ നടത്തിയിട്ടില്ല. അത് അവർ പക്ഷേ നടത്തുന്ന പേര് ഇപ്പോൾ പൊടുന്നാൾ സാറിനും അല്ലെന്നുണ്ടെങ്കിൽ അവരവിടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഈ സഹകരണവേദിയിൽ പോയി കണ്ട് വിളിക്കുന്നതും നടത്തുന്നതും പിന്നെ പണം അവർ ശരിയാക്കി നമ്മളെ കയ്യിൽ തരുന്നു, നമ്മൾ കവറിലിട്ട് കൊടുക്കുന്നുള്ളതല്ലാതെ പിന്നെ വേറെ ഉത്തരവാദിത്വങ്ങൾ അവർക്കും ഇല്ല. ഞാൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത് മൊത്തം. ഇപ്പൊ മാർഗിയുടെ ഈ കോപ്പുകൾ സൂക്ഷിക്കുന്നത് പ്രത്യേക ഒരു സ്ഥലത്തല്ലേ? സോമൻചേട്ടൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അങ്ങനെ അതിനണിയറായിട്ട് വേറെ സ്ഥലം ഉണ്ടായിരുന്നോ എന്നാ ചോദിക്കണേ? ഇല്ല, മാർഗിൽ തന്നെ, എല്ലാം മാർഗിൽ തന്നെ. അതിന്റെ റൂമില് അല്ലേ? അതെ. എല്ലാ കോപ്പുകളും 5 കിരീടങ്ങൾ ഉൾപ്പെടെയുള്ള 5 അല്ല 6-7 കിരീടം. 7 കിരീടം ഉണ്ടാവും. പഞ്ചപാണ്ഡവന്മാര് ദുര്യോധനൻ ശകുനി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറെ ഒരു ഇതുള്ളത് പിന്നെ രാമായണം കളിക്കാൻ ഉള്ള സമയത്ത് ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അതിൽ വെവ്വേറെ കണ്ടാൽ തന്നെ അവരുടെ ചിഹ്നങ്ങൾ ആ കിരീടത്തിൽ കാണും. അങ്ങനെ ഇപ്പോൾ ഇത് ലക്ഷ്മണന് പാമ്പിൻ്റെ ഇത്, ഭരതന് ശംഖിൻ്റെ ഇത്, പിന്നെ ശത്രുഘ്നന് അടയാളം ആ കിരീടത്തിൽ തന്നെ പതിപ്പിച്ച് അത് ഉള്ളിലായിട്ടാ അതെടുത്ത് കാണത്തേ ഉള്ളൂ. അപ്പോൾ ആ രീതിക്ക് എല്ലാ കിരീടങ്ങളും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതും പുതുമയായിട്ടും ചെയ്തിട്ടുണ്ട്. കൃഷ്ണമുടി 2 തട്ടുള്ളതാണോ ഒറ്റ തട്ട്? ഇവിടെ തെക്കൻ സമ്പ്രദായമേ ഉള്ളൂ. ഈ 3 തട്ട്. 3 തട്ടാണ്, 2 തട്ടല്ല. 2 അല്ല, ഈ പീലിയോടുകൂടി 3 തട്ട് കാണും. ഞാൻ കേട്ടിട്ടുണ്ട് അമ്പലപ്പുഴ. അതെ, കൃഷ്ണസങ്കല്പം ഈ 2 തട്ട്. ആ 2 തട്ട് പിന്നെ ഒരു പീലിയുണ്ട്, അതും കൂടെ ചെയ്ത് 3 തട്ട്. മറ്റേത് അവിടെ ഞങ്ങളുടെ ഗുരുവായൂരപ്പ. അതെ അതെ, അത് ഒറ്റ ഇതും പിന്നെ ഇതും പിന്നെ പീലി അങ്ങനെയാ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളതൊക്കെ ഈ 2 തട്ട് അല്ലെങ്കിൽ 3 തട്ടുള്ള കൃഷ്ണന്റെ ഉണ്ടായിരിക്കുന്നത് അർത്ഥം അല്ലേ? നേരത്തെ ഇപ്പൊ അച്ഛനായിട്ട് കളിക്കോപ്പുകൾ കൊണ്ടുവരുന്നല്ലോ. അച്ഛന്റെ കഥകളി കോപ്പുകളായിട്ട് ബന്ധപ്പെട്ടത് ആ കോപ്പുകൾ പിന്നീട് അത് എൻ്റെ ചേട്ടൻ ആലുവയിൽ പിന്നെ ഈ കഥകളി ആയിട്ടൊക്കെ നടത്തിയ കാലത്ത് പിന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ പേരൊന്നുകൂടി പറയും. RV ശിവദാസ് എന്ന് പറയും. RV ശിവദാസ്. പുള്ളി അവിടെ പഠിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആലുവയിലൊരു വീടൊക്കെ വിളിച്ച് ചൂണ്ടിയിലെന്നാണ്, ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വീടൊക്കെ വെച്ച് അവിടെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ബാലയും നാടകവും കഥകളിയും അങ്ങനെ എല്ലാം ഉണ്ട് പുള്ളിക്ക്. അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്താണ് ഈ കളിയോ അങ്ങോട്ട് കൊണ്ടുപോയത്. കൊണ്ടുപോയി അവിടെ വച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തൃപ്പൂണിത്തുറ സുരയോ ആർക്കൊക്കെ കൊടുത്തെന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ ഞാനത് അന്വേഷിക്കാനോ പോയിട്ടുമില്ല. ഞാൻ മാർഗിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കളിയോ ഉണ്ടാക്കാനോ കളിയോ വാങ്ങാനോ പിന്നെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനോ ഒരു പ്രയാസവും എനിക്കില്ല. പക്ഷേ ഞാൻ മടുത്താണ് ഈ കളി നടത്തി ഇനി എനിക്കത് വയ്യ എന്നുള്ള ഒറ്റ ഇതിൽ ഞാൻ ഇറങ്ങിയത്. എന്നോട് വേണു സാറൊക്കെ പറയുമായിരുന്നു, സോമന് ഒരു പ്രയാസമില്ല ഒരു കളിയോ.
പ്രയാസമൊക്കെ ഒന്നുമില്ല, പക്ഷേ എനിക്ക് വയ്യ, വേണ്ട എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇറങ്ങിയത്, അല്ലാണ്ട് വെട്ടായിയല്ല, ഒരു എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അത് പിന്നെ തടിയും വേണ്ട, ഒന്നും വേണ്ട. കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോലും മനസ്സിലാവില്ല ഇത് തടിയാണ്. എന്നിട്ട് അതിനകത്ത് കൊത്തിൻ്റെ തോൾപ്പൊട്ട് അത് എല്ലാം ഇരിപ്പുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണ് സാധനം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലാതെ അറിയില്ല. നമുക്കതൊന്ന് കാണാം. എടുക്കട്ടെ. ഇതിപ്പോ കൊച്ചുമോൾക്ക് ഉണ്ടാക്കിയതാണ്, മോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാ. ഈ കച്ചമണിയൊക്കെ സുന്ദരമായിട്ടുണ്ട്. കച്ചമണി മാത്രമല്ല, തോൾപ്പൂട്ട്, ഹസ്തഘടകം, ഒറ്റനാക്ക്, ഇതിന് പേരുകളൊക്കെ അങ്ങനെ തന്നെയല്ലേ? അതെ 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 അതെ. ഇതിന്റെ ഭാഷ തെക്കും വടക്കും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ഇതിലൊന്നും ഒന്നുമില്ല. ഈ തെക്കും വടക്കെന്ന് പറയുന്നതിൽ ഉള്ള ഈ കിരീടത്തിൽ മാത്രം പിന്നെ ഈ മുകളിലോട്ടുള്ള നമ്മുടെ കിരീടത്തിൻ്റെ മുകളിൽ ഒരു ഇതുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കൂടി വന്നാലൊരു പിന്നെ 40 കളിയോ 45 കളിയോ കാണും. ബാക്കി 365 ദിവസത്തിൽ 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജീവിക്കണം അവിടെ നിന്നാ. അണിയറ നമ്മൾ കളി ഏൽക്കുമ്പോൾ അണിയറയുടെ വലിപ്പത്തെ കുറിച്ചോ അണിയറയിൽ ഇത്ര സൗകര്യം വേണമെന്നോ എപ്പോഴെങ്കിലും പറയാറോ അത് കിട്ടാറോ ഉണ്ടോ? അതാ ഇവിടെ ഒരു 50% കിട്ടാറില്ല. ബാക്കി 50% ഒരു ഊട്ടുപേരുകൾ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ ചെയ്യാം എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ടൊരു സൗകര്യമൊന്നുമില്ല ഇങ്ങോട്ട്, ഒട്ടുമില്ല. ഇപ്പോൾ ഇതാ വലിയ പേരെടുത്ത ഒരു സ്ഥലമാണ് ശ്രീകണ്ഠേശ്വരം. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലെ കഥകളി കേമമാണ്. ഇത്ര സ്ഥലമേ ഉള്ളൂ. കൂടി വന്നാൽ ഒരു പിന്നെ 3 അടി നീളവും 3 അടി വീതിയും ഒരു 6 അടി നീളവും ആ സ്റ്റേജിൻ്റെ ആ മൂല. പിന്നെ വേണമെങ്കിൽ റോട്ടിലാണ് ഈ സാധനങ്ങൾ കൊണ്ട് എന്ന് വെച്ചിട്ട്, അപ്പോൾ അവിടെ വണ്ടി വരാനും ആളുകൾക്ക് പോകാനും അവർ ചവിട്ടിയിട്ട് ഇതിൽ പോവുകയും ചെയ്യും. ശരിക്കും 15-10 അടി സ്റ്റേജ് ഉണ്ടെങ്കിൽ ഏകദേശം മാത്ര സ്ഥലവും വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്ത് ഈ കോപ്പുകൾ വെക്കാനും നിലത്ത് വെക്കാനും ഒക്കെ അപ്പോൾ അതിൻ്റെ പോരായ്മകൾ വരുന്ന അർത്ഥം. അത്രയും കേടായിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ ഒരു തവണ ഒരാണ്ടിൽ ഒരു തവണ തകിട്ടിട്ടാൽ മതി. തകിട് അത്ര നല്ല ഇതായിരുന്നു, ക്വാളിറ്റി ഉള്ളായിരുന്നു. ഇപ്പം അത് ക്വാളിറ്റി ഇല്ല. ഇത് അതെ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് താത്ത് ഇങ്ങനെ നെക്കുമ്പോൾ അവിടെ മഞ്ഞങ്ങ് പോവുക. അത്ര ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ പിന്നെ ഈ അണിയറക്കാരും കൂടെ ഇങ്ങനെ ഉള്ളപ്പം അങ്ങ് പോവുക തന്നെയാണ്. ഇപ്പോൾ ഞാൻ പിന്നെ നാട്ടിച്ചാലേക്ക് ഒരു കിരീടം ബാബുവിനെ കൊണ്ട് പണിയിപ്പിച്ച് ഞാൻ തന്നെ അത് എല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞ കൊല്ലം. അതോ അതിന് പിന്നെ വണ്ടും തോടും ഒക്കെ ഒറിജിനൽ വണ്ടും തോടാണ്, അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണ്. പിന്നെ എല്ലാം ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഒന്ന് കാണണം ആ കിരീടം. നിറവും പോയി, മൊത്തം ഈ മാലയെല്ലാം ഞാൻ തുന്നിപ്പിടിപ്പിച്ചതാണ്. അതുമൊക്കെ വിറ്റോട്ടെടുത്തിന് പിടിക്കുന്ന ഇങ്ങനെയൊക്കെ പിടിച്ചാണ് എടുക്കുന്നത്. സ്റ്റേജിൽ നിന്ന് പിന്നെ സ്റ്റേജിൽ നിന്ന് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണിച്ചാലുണ്ട് വരുന്നത്, ഭയങ്കര ക്ഷീണം. മറ്റേ രാമകുട്ടി രാജൻ ക്ഷീണിച്ചൊന്നുമല്ല വരുന്നത്. ആശാൻ ഒരു നരകാസുരം കഴിഞ്ഞിട്ട് വരുന്നത് ചുമ്മാ തൊട്ടിട്ട് വരിക, അങ്ങോട്ട് ഓരോന്നോരോന്നേ അഴിച്ചു വയ്ക്കുള്ളൂ. ഇതല്ല, ഒറ്റ പെടുത്ത് പൊക്കിയെടുത്ത് അങ്ങോട്ട് ഇടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പേര് കേട്ട ആശാനൊക്കെ ഇവിടുത്തെ നിങ്ങളുടെ വടക്കൻ നാട്ടിലുള്ള ആശാന്മാരിൽ പലരും കുറച്ച് പേരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഒരു സുഖമായിട്ട് ഈ കിരീടം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ കിരീടത്തിൻ്റെ മുകളിലുണ്ടല്ലോ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട് ഇടുക. അനീതി അവർക്ക് മനസ്സിലായിട്ട് കിരീടത്തിന് ലക്ഷങ്ങൾ വില ഉണ്ട്. എനിക്ക് സോമചേട്ടൻ പറയുന്നത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കഥകളി കലാകാരന്മാർ തന്നെ എടുക്കേണ്ടതാണ്. വെച്ചാൽ അത്ര
ഒന്ന് അതിന്റെ വില പിടിപ്പുള്ളതാണ്. അല്ല, വിലയുടെ മാത്രമല്ല നിഷ, പിന്നെ വന്നിരിക്കുമ്പം ഭജന, വന്നിരിക്കുമ്പോൾ ഹോ എന്തൊരു ഭജന. ആ ഭജനയെ കഴിഞ്ഞിട്ട് നാമം തൊടുമ്പോൾ ഭജന. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വന്ന് എല്ലാം കഴിഞ്ഞ് കിരീടം എടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ വെള്ളം തൊട്ട് വെച്ച് തൊഴുത് ഇങ്ങനെ പിടിച്ചുള്ള തൊഴുത് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടത്ത് എന്തോ ആണോന്ന് തോന്നിപ്പോവും. അങ്ങനെ ഭജിച്ചാണ് ഈ സാമാനം വയ്ക്കുന്നത്. ആ വയ്ക്കുന്ന സാധനം കളിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തൂക്കിയെടുത്ത് എറിയണത്തിനാ. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിവുകേടല്ല. ഇതൊക്കെ അങ്ങനെ മതി എന്നുള്ള ഇത് അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു നല്ല പട്ടുവാല്, ഒരു പട്ടുവാല് തുന്നി അതിൻ്റെ കണ്ണാടി വെച്ചെടുക്കണമെങ്കിൽ എത്ര ഇത് വരും. അതിൻ്റെ കണ്ണാടി നോക്കിയിട്ട് അല്ല മറ്റേപോലെ ഒലിച്ചിറങ്ങുകയാണ്. ആ ഒലിച്ചിറങ്ങിയതിനെ എടുത്ത് അതിൻ്റെ അതിൽ തന്നെയാണ് തേക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ പിന്നെ ഒരു രൗദ്രഹിമനെ കെട്ടിയ വായിൽ ചായവും കോരി ഒഴിച്ചിട്ട് ഉപ്പൽ വായിലുണ്ടാക്കി കഫം പോലെ അതെങ്ങ കഴുത്താരത്തിൻ്റെ പുറത്തൂടെ ഒഴുപ്പ്. എന്തോ ഒരു വൃത്തികേടാണെന്ന് അലിച്ചു നോക്കണം. എന്തിനങ്ങനെ കാണിക്കുന്ന വലിയ ആശാന്മാർ ചെയ്യില്ലല്ലോ. കൃഷ്ണരാശനെ ഞാൻ കണ്ടിട്ടില്ല. ആശാൻ്റെ വായിൽ നിന്ന് ഒരു പൊട്ട് ചായം പുറത്തേക്ക് വരികയല്ല. അപ്പോൾ ഇത് അഭിനയം അങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് വാൾ കഴിഞ്ഞാൽ പറ്റുകയാണ്. രക്തമാണ് വായിൽ നിന്ന് വരുന്നത്. ചത്ത് കിടക്കുന്നതിൻ്റെ നെഞ്ചത്തല്ല രക്തം, അവൻ്റെ വായില്ല. ശരിക്കും പറഞ്ഞാൽ ആ അണിയറ അല്ലെങ്കിൽ കോപ്പ് കലാകാരന്റെ മനസ്സിന്റെ ഒരു അത് ഞാൻ ഇത്രയും പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിന് അശ്രാന്ത പരിശ്രമം ചെയ്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം 37 കൊല്ലം എന്നുള്ള നിസ്സാരമൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ. അത്രയും കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് കൊണ്ടാണ് സങ്കടം എന്ന് പറഞ്ഞു പോകുന്നത്. ഈ ആൾക്കാർ ഇവർ സൂക്ഷിക്കണ്ടേ, തൊട്ട് തൊഴുത് വയ്ക്കുന്ന സാധനം അതുപോലെ തൊട്ട് തിരിച്ചും വയ്ക്കണ്ടേ. നമ്മൾ പിന്നെ ചെണ്ട 1-2 ആശാന്മാരെ കാര്യം ഞാൻ പറയുക. മാർഗിൽ നിന്ന് ആർക്ക് ഇവിടെ കളിക്ക് വന്നാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കളിക്ക് വരുന്നു, തീർച്ചയായിട്ടും ഞാൻ ചെണ്ട കൊടുത്തു വിടും. ആര് വന്നാലും ഒരു പ്രശ്നവും പറയില്ല. ചെണ്ട അവിടെ കൊണ്ടുവരണ കാര്യം ആലോചിക്കുമ്പോൾ സഹിക്കാനൊക്കത്തില്ലല്ലോ, കൊടുക്കും. പക്ഷേ ഈ ചെണ്ടയുടെ കുത്തുവാറ് ഇറക്കി വെച്ച് കൊട്ടിയതിന് ശേഷം കളി കഴിയുമ്പോൾ ആ കുത്തുവാറൊന്ന് പൊക്കണോ? അതുപോലെ മദ്ദളത്തിൻ്റെ ഈ മൂടി കെട്ടിവെച്ചിട്ട് അത് തിരിച്ച് കെട്ടിവെക്കണോ? ഇത് രണ്ടും ചെയ്യല. അവരവിടെ കളഞ്ഞിട്ട് അവരുടെ പാട്ടിൽ പോകും. പിന്നെ ഇപ്പോൾ ശ്രീനിവാസൻ വന്നതിന് ശേഷമാണ് എന്നോട് വന്ന് സോമ ചെണ്ട കൊടുത്ത് വിട്ട് നടക്കത്തില്ല സാറേ എന്ന് പോയി. അതില്ല സോമ, ചെണ്ട ആർക്കാണോ ചെണ്ട വേണ്ടത് ആ ആളെ എന്നോട് ഒന്ന് ചോദിക്കാൻ പറയണം. ചോദിച്ചിട്ട് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകണം, തിരിച്ചവിടെ കൊണ്ടുവയ്ക്കണം. അതല്ലാതെ ഋഷിവേദിക്ക് ചെണ്ട ഉണ്ടോ? അത് ഋഷിവേദിക്കണ്ട. കളിയോളം തരുമ്പോൾ ചെണ്ടയും പന്തളം തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് വേണ്ട. ചെണ്ടയും പന്തളം വേണോ? അത് ഈ രീതിക്ക് വേണം. പിന്നെ അണിയറക്കാർക്ക് ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അത് കൊടുത്ത് അത്രയെങ്കിലും കൊടുക്കട്ടെ. പിന്നെ ഞാൻ അവസാന സമയത്ത് ഒരു മനുഷ്യർക്കും ഞാൻ ചെണ്ട കൊടുക്കുന്നത് ഇതാ കാരണം. അത് 1-2 പേരെ കേട്ടോ, എല്ലാവരും അല്ല. പിന്നെ 1-2 പേര് കൃത്യമായിട്ട് ചെയ്യില്ല, ആളെയും പറയുന്നില്ല. ശരിക്ക് ഈ കുത്തുവാറ് നമ്മളെ കഴുത്തിൽ പിടിച്ച് മുറുക്കിയ പോലെയാണെന്നാ പറയാ. ശ്വാസം കിട്ടാണ്ടിരിക്കണ പോലെയാണ് അത്ര ഈ ചെണ്ടയ്ക്ക് ഈ കുത്തുവാറ് താഴ്ത്തിറക്കിയാൽ. അപ്പോൾ അത് കയറ്റിയാൽ അതിന് ചെണ്ടയ്ക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടെന്നാ പറയാ. ശരിക്കും ഇത് കൊട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ തൊഴിൽ ചെയ്ത സാധനം നമ്മൾ അന്നമല്ലേ. അപ്പോൾ അത് അതിൻ്റേതായ ഒരു ദൂഷം കാണിക്കണം. ഈ പറയുന്ന IAS അറിയില്ല എന്താണ് ഗുണപ്പാന്ന്. അദ്ദേഹം അതറിയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾക്ക് ഞാൻ എന്നുള്ള ആളിനെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇല്ലാതെ വരുമ്പോൾ എല്ലാം ശരിയാക്കി വയ്ക്കണമല്ലോ.
അല്ല, എനിക്ക് അണിയറുടെ കാര്യം പ്രത്യേകം അത് ചോദിക്കണം എന്നുണ്ടായിരുന്നു. കോപ്പുകളുള്ള സൂക്ഷിപ്പ്, പിന്നെ അതുപോലെ അണിയറ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ എത്രയാണ് നിഷ്കർഷ ഉള്ളത്. അതിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ചേട്ടൻ പറഞ്ഞു, പലരും മാറി മാറി വരുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അണിയറയിൽ അണിയറക്കാർ, അത് തിരശ്ശീല പിടിക്കുന്നവർ, തിരശ്ശീല പിടിക്കാൻ പിന്നെ അവരെ വിളിച്ചു വരുത്തണം, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നവരും പോയി പിടിക്കണം. ആ ഒരു ഗതികേടാണ് ഇവിടെയൊക്കെ. ഒരു നിവൃത്തിയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഇതാണ് എൻ്റെ പ്രധാനം. പിന്നെ 365 ദിവസം ഉള്ളതിൽ ഇപ്പോൾ നാട്ടുശാലയുടെ ഒരു കളിയുമുണ്ട്. അവർക്ക് കൂടി വന്നാൽ ഒരു 30-40 കളി കിട്ടും. 40 കിട്ടില്ല, ഒരു 10-30 കളി കിട്ടും. ഈ 30 കളിക്ക് പിന്നെ വേണ്ടിയിട്ട് ഒരാളെ പഠിപ്പിച്ച് വെച്ചേക്കാൻ പറ്റുമോ? അവന് വേറെ ജോലികളുള്ളവനാണ്. അവൻ ആ ജോലി കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എത്രത്തോളം ആത്മാർത്ഥതിനുമാണ്. എന്നാൽ അതിനുള്ള ഫീസ് കൊടുക്കും, അതുമില്ല. സാധാരണ 2 ദിവസത്തെ ജോലിയാണ് അമ്മ ചെയ്യുന്നത്. ഇന്ന് കൂലി വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉച്ചവരെ ചെയ്ത് കഴിഞ്ഞാൽ 1200 രൂപ വേണം. 1 മണിവരെ നിൽക്കുകയുള്ളൂ. 1 മണിവരെ നിന്നിട്ട് പോകുമ്പോൾ 1200 രൂപ കൊടുക്കണം. ഇവർ കാലത്ത് 10 മണിക്ക് വരണം, അണിയറക്കാരെ വന്ന് അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് അത് കഴിഞ്ഞ് പിറ്റന്ന് കളി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെ അത് വാരിയിട്ട് ഉണക്കി വറുക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കുന്ന 1000-1500 രൂപ. എങ്ങനെ ശരിയാവും? ഞാനെങ്കിലും സോമചേട്ടൻ ചെണ്ട കലാകാരനാണ് എന്നുള്ള എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ടാണോ എന്ന്, എങ്ങനെയാലും അണിയറുടെ കാര്യങ്ങൾ സോമചേട്ടൻ്റെ അതിനോടുള്ള താല്പര്യവും അത് അതിൻ്റെ ഒരു ആവേശവും പറയുമ്പോഴൊക്കെ വളരെ നന്നായി. എനിക്ക് ആ അണിയറയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ നമ്മൾ തിരശ്ശീലയുടെ വലിപ്പം ഇവിടെ നമ്മൾ തെക്കൻ ഭാഗത്ത് പിടിക്കുന്നത്, ഞാൻ തെക്കൻ വടക്കൻ വേറെ തിരിച്ച് പറയല്ല കേട്ടോ, പക്ഷെ ഇവിടുത്തെ തിരശ്ശീലകളുടെ ഒരു വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ രൂപം എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ വലിപ്പത്തിൽ തെക്കൻ നാട്ടിലെ തിരശ്ശീല എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. ചെറിയ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 8 അടി നീളം, 8 അടി നീളത്തിൽ കൂടുതൽ ഒട്ടും പറ്റില്ല, അതിലും കുറയേ ഉള്ളൂ. അതുപോലെ പൊക്കും ഒരു 5 അടി കൂടുതലൊന്നുമല്ല, 5-5.5 അടി പൊക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് നേരം പിടിക്കാൻ ആളെ കിട്ടായി എല്ലാം കൊണ്ട് അവർക്ക് പിടിക്കാനുള്ള എളുപ്പത്തിനാണ്. അല്ലാതെ ഈ തിരിശ്ശീല മൊത്തം നിറഞ്ഞു നിൽക്കണം, അത് ഭംഗിയാവണം എന്നുള്ള ചിന്താഗതി ഇല്ല. അപ്പോൾ വടക്കോട്ടതല്ല, ഒരു 4 പുറപ്പാട് വെച്ചാലും അത് നിറഞ്ഞു തന്നെ നിൽക്കും. ഈ 2 പേരെ പുറത്തും കാണും, 2 പേരെ അകത്തും കാണും, അങ്ങനെ ഒരു സംഭവം. ഇതിപ്പോൾ ഒരാളെ അകത്ത് കാണുള്ളൂ, ബാക്കിയെല്ലാം പുറത്താണ്. ഇവിടുത്തെ ചെറിയ തിരശ്ശീല. പിന്നെ ഇവിടെയൊക്കെ നിർബന്ധമായിട്ടുമാണ് 2 ജോഡി, ഒന്ന് ആദ്യാവസാന തിരശ്ശീല അത് കാണും. അതും ഇത് തന്നെയാണ്, വലിപ്പമൊക്കെ ഇത് തന്നെയാണ്. അല്ലേ, ഇപ്പം മാർഗിയൊക്കെ നമ്മൾ കലാമണ്ഡലത്തിൻ്റെ അതേ അളവാണ്. അവിടെ നിന്ന് തന്നെ പിന്നെ നോക്കി കളർ പോലും നോക്കി കൊണ്ടുവന്നിട്ട് അതുപോലെ അതിവിടെ അത് ഞാനുണ്ടാക്കിയതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കാലഘട്ടവും കൊണ്ട് നിൽക്കുന്ന ആളിനെ ഇങ്ങനെ കാണും. അത് കാണണ്ട, എന്നാൽ ഇത് ആലവട്ടം പിടിക്കുന്നത് അവന് കാണണമല്ലോ. അതിന് പാകത്തിനുള്ള ദ്വാരങ്ങളായിട്ടുള്ള തുണിയാണ് ഞാൻ ബാക്കിൽ അത് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് പുറത്ത് നിന്ന് സുഖമായിട്ട് ഇത് പിടിക്കാനും സാധിക്കും, എന്നാൽ കാണികൾക്ക് ഈ ആളിനെ കാണാതിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അതുപോലെ ഞാൻ അണിയർ ഈ തിരിശ്ശീല പിടിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്, മൂട് തിരിഞ്ഞ് നിൽക്കരുത്. പക്ഷേ എല്ലാവരും കേൾക്കത്തില്ല, എങ്കിലും ഈ കൊണ്ട് ചന്തി കാണിച്ചു നിർത്തും, ഒരു കാരണവശാലും നിൽക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് സ്ഥിരമായി വരുന്നവരുണ്ടെങ്കിൽ അവർ കേൾക്കും. അതുപോലെ ഈ മേക്കട്ട് ഇത് ചെയ്തത് അത് ഒരു ഇതായിട്ട് ഞാൻ തന്നെ ചെയ്തതാണ്. ഞാനങ്ങനെ ചില ഞങ്ങൾക്ക് വിലകളൊക്കെ ഇപ്പം എല്ലാ സ്ത്രീവേഷക്കാരുടെയും കാതിലേൽ ഒരു അരിശിലില്ലേ, അത് ഞാൻ മാർഗിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒന്നിലും ആദ്യമായിട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇപ്പം അത് സകല പേരും അത് അനുകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോന്നും പുതിയ പരീക്ഷണങ്ങൾ കോപ്പിൽ ധാരാളം വരുത്തിയിട്ടുണ്ട് എന്നർത്ഥം അല്ലേ. അതുപോലെ പുതിയ
കഥാപാത്രങ്ങൾക്ക് പുതിയ കോപ്പ്. അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഇത് പിന്നെ ഈ നാമം നമ്മൾ വയ്ക്കുക. ഈ ആദ്യം അതിന് പേര് നാമം എന്നാണ് പേര്. അത് ആ നാമം വയ്ക്കുന്നതോടുകൂടി അത് നാമം ആവണം എന്നൊരു ഐഡിയ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ദുര്യോധനവും നളയുധം 2 കഥയെ എടുത്തിട്ട് അതിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ നാമങ്ങൾ ശരിയാക്കി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടത്. പക്ഷെ അത് ഇപ്പോൾ ഒന്നുമില്ല, എവിടെ പോയാൽ എന്തോ ഇവിടെ അത് കാണാൻ പറ്റിക്കും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ വേഷത്തിലും ഇപ്പോൾ ദുര്യോധനോധം എടുത്തു കഴിഞ്ഞാൽ ദുര്യോധനൻ, ദുര്യോധനന് നാഗകേതനൻ എന്നൊരു പേരുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ നാമത്തിൻ്റെ നടുക്ക് ഒരു നാഗത്തിനെ വരച്ചുകൂടാ? കൊച്ചായിട്ട് സിമ്പിള്. അത് ഒരു ഇതായി ഇങ്ങനെ ആക്കിയിട്ട സർപ്പമാവും. അത് കൊടുക്കുക. അപ്പോൾ ദുര്യോധനായി. അങ്ങനെ ഓരോ വേഷത്തിനും അതാത് വേഷങ്ങൾക്ക് ഇപ്പോൾ പിന്നെ അതുപോലെ പാണ്ഡവരെ എടുക്കാം. പാണ്ഡവരെടുത്ത് കഴിഞ്ഞാൽ ധർമ്മപുത്രർക്ക് ആ ഒരു പോത്തിൻ്റെ കാലൻ്റെ മാനാണല്ലോ. അപ്പോൾ ആ പോത്തിൻ്റെ ഒരു അടയാളം, ആ തല, അത് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പോത്തിനെ എടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുത്ത് അത് വരയ്ക്കുക. പിന്നെ ഭീമന് ഒരു ഗത കാണിക്കുക ആ നാമത്തിൻ്റെ ഇതിൽ. അർജുനൊരു വില്ല് കാണിക്കുക. നകുലിനൊരു പിന്നെ വാള് കാണിക്കുക. മറ്റൊരു അമ്പ് കാണിക്കുക. ഇത്ര എളുപ്പമുണ്ട്. അതുപോലെ പാഞ്ചാലിക്ക് ഈ ഇടുന്ന പിന്നെ പൊട്ടിൽ ഒരു 5 കുത്ത് അവിടെ കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളുകൾ ഇത് പാഞ്ചാലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്തതിൻ്റെ പിന്നെ സുദർശനം ചെയ്ത് ഈ പൊട്ട് അവർക്കത് മാറ്റണം. അപ്പം അങ്ങനെ ചെയ്താൽ ഈ ഇപ്പോൾ നളനാണ്. ഇപ്പോൾ ഓബിയാശൻ്റെ ഒരു പച്ചവേഷം കണ്ടു, ഈ ഒരു വേഷം കണ്ടു. ഇത് ധർമ്മപുത്രനാണോ, അർജുനാണോ, ഭീമനാണോ, പിന്നെ ബാഹുവനാണെങ്കിൽ അറിയാം, നീല ആണെന്ന് പറയാം. ഈ ബാക്കിയുള്ളത് ഏതെങ്കിലും അറിയാൻ പറ്റുമോ? അപ്പോൾ അതിന് ആ നാമത്തിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ, പക്ഷെ അത് അംഗീകരിക്കാനോ അതിന് ചർച്ച ചെയ്യാനോ ആരും ഉണ്ടായില്ല. അല്ല, നമുക്ക് സോമചേട്ടൻ പറയുമ്പോഴാണല്ലോ ഇങ്ങനെ ചില ആശയങ്ങൾ നമുക്ക് തേക്കുമ്പോൾ ആവാം എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഒരുപക്ഷെ അറിയുന്ന പുതിയ തലമുറ ഇത് ചെയ്തു എന്ന് വരാം, അത് അറിയാത്തത് കൊണ്ടായിരിക്കാം. എങ്ങനെയും ആ സങ്കല്പം നല്ലതാണ്. ഈ കഥാപാത്രത്തിന് ആ തേക്കുമ്പോൾ തന്നെ മുഖത്ത് ഒരു അടയാളങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പണ്ട് നമ്മുടെ വടക്കൻ നാട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നരകാസുരനാണെന്ന് തോന്നുന്നു, ഇതിൽ 3 വര, ഈ നാമത്തിൻ്റെ ഇടയിൽ 3 വര. അത് നരകാസുരൻ രാമകേശനൊക്കെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതേസമയം രാവണനാണെങ്കിൽ ആ വര ഇടുകയില്ല, അതിന് വേറെ ഒരു പൊട്ടോ അങ്ങനെയാണ്. അപ്പോൾ അതിപ്പോൾ പിന്നെ എല്ലാ വേഷത്തിലും ദുര്യോധനൊക്കെ ചെയ്യുക, ഒരു നിയന്ത്രണവും ഇല്ലാതെ. അതുപോലെ ബാലി സുഗ്രീവന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ നാമം, ഈ വളവുള്ള നാമം. ഇപ്പോൾ ദുശാസനും അത് തന്നെ. ഇപ്പോഴത്തെ ആളുകൾക്ക് അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഒക്കുന്ന പോലെയാണ്. പല വേഷങ്ങളും ഇപ്പോൾ ഇല്ലാതായി കളഞ്ഞിരിക്കുക. അതാത് വേഷങ്ങൾക്ക് അതാത് വരകളുണ്ടല്ലോ, അതുപോലും വേണ്ടെന്ന് വെച്ച് തുടങ്ങി. ചുരുക്കപ്പോൾ അണിയറയുടെ കോപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അണിയറ കൈകാര്യം ചെയ്യുന്നവർ അരങ്ങത്ത് തിരശ്ശീല പിടിക്കലോ ഈ എന്ന കാര്യത്തിൽ, പിന്നെ ഈ വേഷം കഴിഞ്ഞ് വന്ന് കോപ്പുകൾ വളരെ അലസമായിട്ട് ഇടുന്ന പ്രവൃത്തിയുടെ കാര്യത്തിൽ, പിന്നെ ഈ വേഷങ്ങളുടെ രൂപനിർണയത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ കൊടുക്കുന്നതിൽ സോമേട്ടൻ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ തൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ തന്നെ അല്ലെങ്കിൽ അനുഭവത്തിൽ കൂടെ പറയുണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് കോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിച്ചോ സംസാരിക്കണം എന്ന് തോന്നുന്നില്ല. എനിക്ക് മാർഗിയുടെ കഴിഞ്ഞിട്ട് സ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ സോമചേട്ടൻ. എൻ്റെ അറിവിൽ ചെണ്ടയ്ക്കും ചുട്ടിക്കും അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളേ ഉള്ളൂ.
അല്ലേ? അതൊന്നും പറഞ്ഞാൽ തെറ്റില്ല. എങ്ങനെയാണ് അല്ല, അവാർഡുകൾ ഏതൊക്കെയാണ്, പിന്നെ പ്രത്യേകതയുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ? പുരസ്കാരങ്ങൾ ഈ ഓരോ സംഘടനകളായിട്ട് ഒരുപാടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊല്ലാന്ന് ഓർമ്മയൊന്നും ഇല്ല. വേണ്ട. പിന്നെ ഗവൺമെൻറ് സംഗീത അക്കാദമിയുടെ ചെണ്ടയ്ക്കാണ് കിട്ടിയത്. പിന്നെ കേരള കലാമണ്ഡലത്തിൽ ചുട്ടിക്കാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് മേഖലയിലും അതിന്റെ പ്രാഗൽഭ്യം ഉണ്ട് എന്ന് അറിയുകൊണ്ടാണല്ലോ രണ്ട്. അതെ, അത് പിന്നെ സംഗീത അക്കാദമിയിലും പിന്നെ ചുട്ടിക്ക് വേണ്ടിയിട്ട് കൃഷ്ണമൂർത്തി സാറുള്ളപ്പോൾ, സൂര്യ കൃഷ്ണമൂർത്തി അദ്ദേഹം ആയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ എല്ലാം കഴിയെടുത്തുകൊണ്ട് പോയി ചുട്ടിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ കമ്മിറ്റിയിൽ ഒരാൾക്ക് 2 വിഷയങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്നേ ചുട്ടിക്കും കിട്ടിയതായിരുന്നു. പിന്നെ അല്ലാണ്ട് പിന്നെ ഓരോ അടുപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഈ ഇരിക്കുന്നൊക്കെ ഈ ഓരോ സംഘടനകളെയാണ്. എന്തിലേക്കാണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. കലാമണ്ഡലത്തിൻ്റെ പുരസ്കാരവും സംഗീത അക്കാദമിയുടെ പുരസ്കാരവും, പിന്നെ കലാമണ്ഡലത്തിൽ തന്നെ ചുട്ടിയുടെ ഇതൊന്നുണ്ട്, അതങ്ങോട്ട് ആണെന്നുണ്ട്. ഇത് അത് ചുട്ടിയുടെ. പിന്നെ കൂടിയാട്ടത്തിൻ്റെ ഓരോ ചില സംഘടനകളെല്ലാം അവരും തന്നിട്ടുണ്ട്. എന്തൊക്കെയോ കൂടിയാട്ടത്തിൻ്റെ പറഞ്ഞപ്പോൾ കൂടിയാട്ടത്തിൻ്റെ കോപ്പുകളുടെ മാർഗീയമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അതാ അതിന് അവരുടേതായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോന്ന്. അതുപോലെ കൂടിയാട്ടത്തിൻ്റെ ഡൽഹിയിലെ പരിപാടികൾ, ഈ ഉത്സവം നടന്നപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ഇതായിട്ടൊക്കെ തന്നിട്ടുണ്ട്. വിദേശയാത്ര എത്ര പോയിട്ട് പാട്ട് നമുക്ക് എണ്ണ പറ്റാത്ത രീതിയിലുണ്ട്. കാരണം ഈ 78 യൂറോപ്പ് മൊത്തം, തെക്കേ അമേരിക്കയും എല്ലാം കൂടെ 5 മാസം. എം കെ സാറ് ഉള്ളപ്പോഴാണ്. അതെ, കൃഷ്ണരാജന്റെ കലാമണ്ഡലം ട്രൂപ്പ്. അതിന് കലാമണ്ഡലം ട്രൂപ്പ് എന്നായിരുന്നു പേര്. അതെ അതെ. അതിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചുട്ടിയും ചട്ടയും ഉണ്ടായിരുന്നു. അന്ന് വിളിച്ചാൽ നേരത്തെ കളി കുറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ, അങ്ങനെ ജർമ്മനിയിലും ജപ്പാനിലും സിംഗപ്പൂരിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട്, പല പല ആൾക്കാരുടെ കൂടെ. ഇനി വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ അണിയറയിലേക്ക് വരികയാണ്. അങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ ഈ അണിയറ നമുക്ക് സൗകര്യം അല്ല തൃപ്തി അല്ലെങ്കിൽ ഭംഗി വേണമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അണിയറ കാണാൻ വിദേശികൾ വരാറുണ്ടോ? ഉണ്ട്, ധാരാളം. ഇവിടത്തേക്കാൾ നമുക്ക് അതിൻ്റെ ഒരു കൗതുകമായിട്ട് കാണാറുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ നമുക്ക് അണിയറ ഒന്നുകൂടി വൃത്തിയാക്കി വെക്കാനും അവിടെ സൗകര്യങ്ങളുണ്ട് അല്ലേ, തേക്കാനോ ഒക്കെ ആയിട്ട്. ഞാൻ അതിനും വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ടും കോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ പിന്നെ ഈ വലിയ വെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്തോ ചെയ്യും, പിന്നെ താടി വേഷത്തിൻ്റെ കിരീടം കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ല. അത് നമ്മളുടെ പൊടുത്ത സാർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഒഴിവൊന്നും ആക്കണ്ട, ഇനി ഞാനും നോക്കിയോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കേശകാലം കിരീടം, പിന്നെ ബാക്കി ഈ കാണുന്ന എല്ലാം പിന്നെ 3ആയിട്ട് മടക്കി ഉണ്ടാക്കും. ഉണ്ടാക്കി അവിടെ തലത്തി ചെല്ലുക, അതിനെടുത്ത് ഒരു കമ്പി ഉണ്ട്, ആ കമ്പി വെച്ച് ഒരു കെട്ട് കെട്ടപ്പോൾ ഇതെല്ലാം ആവും. അങ്ങനെ താടിവേഷ കിരീടം ചെറിയ കിരീടത്തിൽ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് അതിപ്പം ഇപ്പോഴും ഉണ്ട് മാർഗിയിൽ. നമുക്ക് എവിടെ പോയാലും ഈ കഥകളി വേഷത്തിൻ്റെ വാലുകളുടെ എണ്ണവും വലുപ്പവും ഒരു പ്രശ്നമാവാറുണ്ട്. നമസ്കരിക്കുമ്പോൾ കാണുന്നു, ഓഡിയൻസ് കാണുന്നു, കാണികൾ കാണുന്നു ഒക്കെ. എന്തെങ്കിലും ഒരു പരിഹാരം സമയത്തിന് പിന്നെ എന്താ കാണാൻ നിർദ്ദേശിക്കാനോ അഭിപ്രായം പറയാനോ ഉണ്ടോ? വാലുകളുടെ അഭിപ്രായത്തിലല്ല ഭംഗിക്കൊന്നും ഇപ്പം പ്രയാസമില്ല. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മൾ ഈ പുടവ തന്നെയാണല്ലോ, ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഗതി ഇല്ലായിരുന്നല്ലോ.
അന്ന് ഈ പുടവയെന്ന് പറയുന്ന സംഗതി ഫ്ലോറിലൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ രണ്ടായിട്ട് മടക്കി തച്ചിട്ട് അത് കച്ചയെ കോർത്തെടുത്തിട്ട് ഓരോന്നെടുത്ത് കെട്ടുകയാണല്ലോ. അണിയറക്കാരില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ കെട്ടും ഇതൊരു 4 കളി കഴിയുമ്പോഴത്തേക്ക് വിശർപ്പ് കൊണ്ട് അതങ്ങ് ആക്കി വെറും പാവാട പോലെ ആയിട്ടാണ് ബാക്കി പോകുന്നത്. ഇപ്പം പിന്നെ അത് വേണ്ട. ഇപ്പം ഈ പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് നനഞ്ഞ് വിചാരിച്ച് പോകില്ല. അപ്പം അത് ഈ ചാക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അതിനായിട്ട് പ്ലാസ്റ്റിക് മേടിച്ചാൽ മതി, കാശ് മുടക്കണം, 2 പേർക്കില്ല. അപ്പോൾ അത് നല്ല ഭംഗിയായി തുണി പോലെ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കിട്ടും. അത് മേടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അത് താന്ന് പോകത്തില്ല. ഇനി ഓരോരുത്തർക്കും വെച്ച് കെട്ടാൻ ഇതിൽ പിന്നെ ഞൊറിഞ്ഞ് പിന്നെ മടക്കി കെട്ടിയാൽ മതി, സുഖമായിട്ട് കൊണ്ടുപോകാം. അതാണ് നല്ലത്. അല്ലാണ്ട് വേറൊരു ഇതൊന്ന് നമ്മൾ ആലോചിച്ചതാണ്. പിന്നെ ഈ കാറ്റ് നിറയ്ക്കുന്ന നമ്മൾ ട്യൂബ് ഇത് ശരിയാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ കാറ്റ് തുറന്നും കളഞ്ഞു കഴിഞ്ഞാൽ അത് തപ്പിയിരിക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തർക്ക് എടുത്ത് കെട്ടാൻ നേരത്ത് ഇത് എടുത്ത് കെട്ടിയതിന് ശേഷം ട്യൂബ് കാറ്റ് അടിച്ച് സൈക്കിളിൻ്റെ പമ്പ് പോലത്തുള്ള ഇത് നോക്കുമ്പോൾ അത് നിവർന്നാൽ ഇങ്ങനെ തന്നെ നിൽക്കും. അല്ലാണ്ട് ഇങ്ങനെ നിൽക്കില്ല, ഇങ്ങനെ നിൽക്കും പാവാട പോലെ. അങ്ങനെ നോക്കിയതാണ്. പക്ഷെ അതും അബദ്ധവശാലെ എന്തെങ്കിലും ചെന്ന് ഇരിക്കുന്ന കൂട്ടത്തിൽ വല്ല കസേര ആണിയ വീണേക്ക് പിന്നെ ചത്ത ശവം പോലെ ആവും. അത് നാണക്കേടാവും. പിന്നെ ഇത് തന്നെയാണ് നല്ലത്. അതെ. ഞാൻ ഈ ലണ്ടനിൽ ജോലിയുള്ളൊരു പെണ്ണുണ്ട്, ഈ തിരുമല. ആ പെണ്ണിന് കഥകളി പഠിച്ചതാണ് നെല്ലിയോടിൻ്റെ അടുത്ത്. ആ പെണ്ണിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ പുടവ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അത് സുഖമായിട്ടെടുത്ത് വെച്ച് കെട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതുപോലെ ഞൊറിയും നമ്മളെടുത്ത് ഇങ്ങനെ പിടിക്കണ്ട, ആ പാകത്തിന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് വെച്ചാൽ കെട്ടി വെച്ചാൽ പാവാട കെട്ടുന്നില്ല, കെട്ടിയാൽ മതി. അത് ഇതാക്കും. വേറെ ആരും ഇല്ലല്ലോ സഹായിക്കാൻ. ആ ഭാഗത്തിന് ഈ സരസു ചേച്ചി എങ്ങനെയാണ് സോമൻ ചേട്ടൻ്റെ ഒപ്പം വന്നത്? എത്ര കുട്ടികളുണ്ട്? മക്കള്, കുടുംബം എങ്ങനെയൊക്കെയാണെന്നൊന്നും പറഞ്ഞാൽ തെറ്റില്ല. ഞങ്ങളുടെ കല്യാണം 79-ലായിരുന്നു. 79-ല് കൃത്യമായിട്ട് അറിയാട്ടോ, ഓർമ്മയുണ്ട്. ജൂൺ മാസത്തില്. 2 മക്കളുണ്ട്. രണ്ട് മക്കളുണ്ട്. ഈ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ച് കല്യാണം പിന്നെ നടത്തി അല്ലേ? അതെവിടെ വെച്ചിട്ടായിരുന്നു ശരിക്കും? അത് എൻ്റെ നാട്ടിൽ വെച്ച്. അതെവിടെയാ? അങ്ങ് കൊല്ലം ശാസ്താംകോട്ട. അവിടുത്തെ അമ്പലത്തിലാവും. അവിടെ വീട്ടിൽ വെച്ച് തന്നെ. വീട്ടിൽ തന്നെ പന്തലൊക്കെ കെട്ടി. കല്യാണം കഴിഞ്ഞ് 2 മക്കള്. ആണോ പെണ്ണോ? ഒരു മോളും ഒരു മോനും. അവര് പേരെന്താ? മോടെ പേര് സരിത. മോന്റെ പേര് സരിത്ത്. മോള് സീരിയലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന അല്ലേ? അവര് തിരുവനന്തപുരത്താണ്. അവൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ രാവിലെ പോയിരിക്കുക, രാത്രിയാവും വരെ. അവൾക്ക് 2 മക്കള്. അപ്പൊ അച്ഛന്റെ തന്നെയാണ് മേക്കപ്പ് ആയിട്ട് അല്ലേ? അച്ഛൻ കഥകളിയില് മേക്കപ്പ് ആയിരുന്നു, സീരിയലില് മേക്കപ്പ് ആയിട്ട് പോകുന്നു. അവിടെ ഭർത്താവ് ഗൾഫില്, ഖത്തറിൽ. ഞാൻ ഡാൻസിനും നാടകത്തിനൊക്കെ മേക്കപ്പിന് പോയിട്ടുണ്ട്. പിന്നെ മോൻ അമേരിക്കയില്. മോനും ഉണ്ട് 2 മക്കള്, 2 ആൺമക്കള്. അവൻ കല്യാണം കഴിച്ചത് നെടുമങ്ങാട്ടിന്. അവര് കുടുംബമായിട്ട് അമേരിക്കയില്. ഇല്ല, വന്നിട്ടില്ല. 3 വർഷമായതേ ഉള്ളൂ പോയിട്ട്. എന്നും വിളിക്കും. മകൾക്ക് എത്ര കുട്ടികളാ? 2 മക്കള്. അത് മോനിപ്പോ ടെക്നോ പാർക്ക് ജോലിയായി. മോള് ഇപ്പൊ പറഞ്ഞ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോ പിന്നെ എന്താ സോമൻ ചേട്ടൻ്റെ കൂടെ 79-ല്. അപ്പോ 46 വർഷമായി അല്ലേ? സന്തോഷമായിട്ട്. പിന്നെ സോമൻ ചേട്ടൻ രാത്രി കളികൾക്ക് പോകുമ്പോ അങ്ങനെ പിന്നെന്താ അങ്കലാപ്പോ? ഇപ്പം വിഷമമുണ്ട് പോകുമ്പോ. ഇപ്പൊ വയ്യ, കൈയൊന്നും അതിന് വയ്യാഴിയുണ്ട്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട്. ഒരു കാലത്ത് നല്ല
അതായത് യൗവന കാലത്ത് നമുക്കിങ്ങനെ ഭർത്താവ് പരിപാടികൾക്ക് പോകും. അത് ഈ കലാകാരന്മാരുടെ ഒക്കെ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. എല്ലാവരും പഞ്ചവാദ്യം കൊണ്ടുവരാണെങ്കിൽ ഇല്ല, നമ്മൾ ഇവിടെ വന്ന് താമസമായിട്ട് ഇപ്പം 21 വർഷമേ ആയുള്ളൂ ഇവിടെ സ്ഥിര താമസമായിട്ട്. പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ പെരിന്താന്നിയിലായിരുന്നു താമസിച്ചിരുന്നത് ആദ്യം വിവാഹം കഴിഞ്ഞ സമയത്ത്. പിന്നെ പോയി നാട്ടിൽ വീടൊക്കെ വെച്ച് അവിടെ താമസമായത്. പിന്നെ അവിടുന്ന് കുറച്ച് നാൾ പിന്നെ വാടകയ്ക്ക് കൈതമുക്കിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ കാലം പിഴിഞ്ഞിരുന്നിട്ടില്ല. പിന്നെ ആഴ്ചയിലും വരും അവിടെ താമസിക്കുമ്പോൾ. അങ്ങനെ താമസിച്ചത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു ഇപ്പോൾ. ഭക്ഷണത്തിന് പ്രത്യേക ചിട്ടകളോ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ പൂപ്പുണിയും വെള്ളം പോലും കുടിക്കൂല. ഇപ്പൊ ഈ മോക്ക് തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കാനിരിക്കുമ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കൊണ്ട് ചെന്നാൽ നമ്മളെ വഴക്ക് പറയും. ആ ഒരു ശീലമാണ്. അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ജോലി ചെയ്യുമ്പോൾ അല്ലാതെ അത് അങ്ങനെ ശീലിച്ചു പോയതാ. അവിടെ ആരുമില്ലല്ലോ, ഒന്ന് സഹായിക്കാനും ആളില്ല, ഒന്ന് പറയാനും ആളില്ല. അപ്പം ചുമ്മാ ഇരുന്ന് ഞാനങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ശീലിച്ചിട്ട് പിന്നെ അത് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വെള്ളം കൊണ്ടുവരിക അല്ലെങ്കിൽ ചായ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ അത് കുടിക്കാൻ അത്രയും നേരം പോവില്ലേ. അപ്പോൾ പിന്നെ ഷുഗറൊക്കെ ഉണ്ട്. അല്ല, ഇത് ആസ്വാദകരോ അല്ലെങ്കിൽ മറ്റുള്ളവർ കലാകാരന്മാർ ഇപ്പോൾ സോമചേട്ടൻ ചെയ്യണത് പോലെ ചെയ്യാത്ത ആൾക്കാർ അറിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ സോമചേട്ടൻ പറയണ്ടായി. ഇതൊരു കോപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലത്തെ പ്രവർത്തനങ്ങൾ എത്ര കണ്ടുണ്ട് എന്നുള്ളതേ. അപ്പം അത് അതിൻ്റെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ധ്യാനം പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ വെള്ളം ഭക്ഷണം എന്നൊക്കെ നമുക്കങ്ങനല്ല, നമുക്ക് സമയത്തിന് കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ല, ചില വ്യക്തികളിനെ നമുക്കിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര റുപ്യ കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും നമ്മുടെ ഇടയിൽ തന്നെ ഒരു പക്ഷേ ഉണ്ടാവും. അതൊന്നും അല്ലാതെ ഇതിന് മാത്രം ഇല്ല. എനിക്ക് അങ്ങനെ ഈ കോപ്പുപണി പണിത് ഇത്ര രൂപ കിട്ടുക അങ്ങനെ ഒരു ചരിത്രമേ ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ പിന്നെ പുറത്ത് ചെയ്തിട്ടുള്ള ആ വേണു സാറിനാണ്. വേണു സാറിന് എന്തെങ്കിലും എന്നോട് പറയുമ്പോൾ ഞാനങ്ങ് ഉണ്ടാക്കി അങ്ങോട്ട് എത്ര വേണം സാർ, അതൊക്കെ സാറിൻ്റെ ഇഷ്ടം പോലെ അല്ലാണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നിനും പറഞ്ഞിട്ടില്ല. ചെണ്ടോട്ടാൻ പോകുന്നു ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ചുട്ടി ഉണ്ടാക്കി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്, വെച്ച് കെട്ടാനായിട്ട് കുത്താതെ സ്വയം. അല്ല, ഞാൻ ഈ അലുമിനിയം ഷീറ്റ് തന്നെയാണ്. അത് നല്ല ഒറിജിനലായിട്ട് ഇത് തോന്നിക്കുകയും ചെയ്യും ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഞാൻ തോരവരൊക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അത് മടുത്തു, അത് നിർത്തി. അതും ഇത് തന്നെ വില മടക്കിയിട്ടാണോ ഈ പേപ്പർ മടക്കുന്നത് പോലെ? ഇല്ല, എല്ലാം മടക്കും, എല്ലാം ചെയ്തിട്ടാണ്. അത് ഈ പറഞ്ഞ കണക്ക് ഞാനിത് ഈ നൂല് വലിക്കുന്നേ, ആദ്യത്തെ ആ നൂലിൻ്റെ ഇപ്പോൾ കാണുന്ന പൊക്കമുണ്ടല്ലോ, അതെല്ലാം അതിലാണ് ഞാൻ ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ MCL ആ MCL കൊണ്ട് അതുണ്ടാക്കി ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അത് പൊട്ടിപ്പോകൊന്നുമില്ല. അതിൽ തന്നെ അത് തന്നെ അങ്ങോട്ട് ശരി ഇങ്ങനെ വളച്ച് വെച്ചിട്ടാണ് അതിലാണ് പേപ്പർ താത്തു വയ്ക്കുന്നത്. ഈ തകട് പാകത്തിനാക്കി താത്തു വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. പിന്നെ ഇതങ്ങോട്ട് നേരെയാക്കി കഴിഞ്ഞാൽ ഈ രണ്ട് കെട്ടങ്ങോട്ട് കെട്ടിയാൽ ഒരു കുഴപ്പമില്ല. എങ്ങനെയും ഇങ്ങനെ ഒരു കലാകാരന്റെ കൂടെ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ പറയിപ്പിക്കല്ല, സന്തോഷമല്ലേ? അത് തന്നെ, സന്തോഷം തന്നെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല, അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. ധാരാളം വ്യക്തിപരമായ ധാരാളം പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഈ പ്രധാന ഇത് തന്നെ, നമുക്ക് വിചാരിച്ചതുപോലെ വീട്ടിലെത്താൻ പറ്റില്ല. നമുക്കൊരു വയറുവേദനയോ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കളി കോപ്പ് ആയിരിക്കും. അപ്പോൾ അവിടെ തലവേദന എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റുന്നതില്ല. പക്ഷെ അതൊക്കെ സഹിച്ചിട്ട് മുന്നോട്ട് പോവുക
അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുക അതൊക്കെ സന്തോഷമല്ലേ എന്നാ ഞാൻ തന്നെ ചോദിച്ചത്. സന്തോഷം തന്നെ. അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ മക്കളും ഞങ്ങളും അമ്മയുണ്ടായിരുന്നു. വീട്ടിലായപ്പോൾ അമ്മയുണ്ട്, അച്ഛന്മാർ 2 പേരുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് നേരെ മൂത്ത ആള്. കുടുംബത്തെ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. വീട്ടിലും രാമചന്ദ്രേട്ടൻ ഇഞ്ചക്കാട് രാമചന്ദ്രേട്ടൻ അല്ലാതെ കഥകളിയായിട്ട് ബന്ധപ്പെട്ട ഇല്ല, ആരുമില്ല. ഇല്ല. ഇദ്ദേഹവും കണ്ട് തോന്നിയിട്ട് പഠിച്ചതാണ്. ഇല്ല, അദ്ദേഹത്തിന് പിന്നെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കളരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ, എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പോൾ അവിടെ കുറച്ച് നാൾ പഠിപ്പിച്ചിട്ട് പിന്നെ മാങ്കുളത്ത് തിരുമേനിയുടെ അടുത്ത് അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് പഠിച്ചതാണ്. വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പഠിച്ചത്. സ്വാമിയാ ഇപ്പം ആശ്രമത്തില് മാവേലിക്കര ആശ്രമത്തിലെ സ്വാമിയായിട്ട്. വല്ല കാര്യമുണ്ടോ? അതാവട്ടെ, ചില മനസ്സ് വേറെ എന്തെങ്കിലും കാഴ്ചപ്പാടോ നമ്മുടെ കാഴ്ചപ്പാടാവില്ല. അദ്ദേഹത്തിന് കൊണ്ട് 2 മക്കള്. മോന് ഇപ്പൊ SI ആയിരുന്നു, ഇപ്പൊ പ്രമോഷൻ എന്തോ ആയെന്ന് തോന്നുന്നു. മോള് 2 പേര്. അപ്പോൾ സോമചേട്ടാ, പിന്നെ വളരെ സന്തോഷം. കുറേ കാര്യങ്ങൾ നമുക്ക് സോമചേട്ടൻ നമുക്ക് ചെണ്ടയാണോ ചുട്ടിയാണോ, ഞാൻ ശരിക്കും ചുട്ടി കോഴ്സായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അതൊന്നും അല്ലാതെ ഒരു മുഖത്ത് മാത്രം, അല്ലെങ്കിൽ കൃഷ്ണനരസനെ പോലുള്ള ഗോപീശൻ്റെ മുഖത്ത് കുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. കളരിയിൽ നമ്മൾ ഇത് കലത്തിലോ അല്ലെങ്കിൽ മുൻകാലത്ത് നാളികേരത്തിൻ്റെ ഇതിലൊക്കെ ആയിരുന്നു അത്രേ. എങ്ങനെയും അതൊന്നും അല്ലാണ്ട് മുഖത്ത് തന്നെ കുത്തിയിട്ട് ഒരു ചുട്ടിയുടെ പുരസ്കാരം വാങ്ങിയ സോമചേട്ടൻ. പിന്നെ കോപ്പുകളിൽ പരീക്ഷണങ്ങൾ ധാരാളം നടത്തിയ സോമചേട്ടൻ ഒരു കഥകളി സ്ഥാപനം സ്വന്തം ഉത്തരവാദിത്വത്തിൽ നടത്തിയ ഒരു ചുട്ടി കലാകാരൻ. ധാരാളം പ്രത്യേകതകൾ സോമചേട്ടനുണ്ട് എന്നാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നതും ഇപ്പം നമ്മൾ ആസ്വാദകരോട് പറയണത്. വളരെ സന്തോഷം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സോമചേട്ടൻ ഒന്നും ചെയ്യാതിരിക്കണതിൽ ചെറിയൊരു സന്തോഷക്കുറവുണ്ട്. തുടർന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം, ചുട്ടി അല്ലെങ്കിൽ കോപ്പിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേ ആവട്ടെ, സോമചേട്ടൻ മനസ്ഥിതി അനുസരിച്ചിട്ട് എന്താണ് ഇനി സമൂഹത്തിനോട് സോമചേട്ടൻ പറയാനുള്ളത് വെച്ചാൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ തെറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അണിയറുടെ കാര്യം, സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേഷകലാകാരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ഒക്കെ അങ്ങനെയൊരു സംസാരത്തിന് സോമചേട്ടൻ തയ്യാറായതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എത്തുള്ളൂ. ഇതോട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ കഥകളിയെ സംബന്ധിച്ചോളം പറയുമ്പം പിന്നെ ക്ഷേത്രങ്ങളിൽ ഉള്ള മുക്കാലും വേണ്ടെന്ന് വെച്ച് പോവുക. ഒരുപാട് കഥകളി സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിൽ ഇപ്പം അത് ഒഴിവാക്കി പോകുന്നു. അതുപോലെ തന്നെ കാണികൾ തീരെ കുറവ്. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ആസ്വാദകരെ സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അതിന് കലാകാരന്മാരും മുന്നോട്ട് ശ്രമിക്കണം. ആസ്വാദകരും ഉള്ള ആസ്വാദകർ മുന്നോട്ട് വരണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഏതായാലും ഇങ്ങനെ ഒരു നല്ല കല നശിക്കാൻ ഇടവരാതെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒന്നുകൂടെ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വേറൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ സന്തോഷം. നമുക്ക് സംസാരം വർത്തമാനം അവസാനിപ്പിക്കാം.